എൻ്റെ വീട്ടിൽ ആര് വേണേലും വന്നോട്ടെ, കൊള്ളയടിക്കാതിരുന്നാൽ മതി. മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ വെള്ള പെയിൻ്റ് അടിച്ച് വൈറലായ തലവൂർ പഞ്ചായത്ത് മെമ്പർ രഞ്ജിത്തിനെ കണ്ടുമുട്ടിയപ്പോൾ പെൻഷൻ വിഷയത്തിൽ സമരം നടത്തി വൈറലായ മറിയക്കുട്ടിയുടെ മറുപടിയാണിത്. വീട്ടിലേക്ക് BJP നേതാക്കളുടെ വരവാണല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു മറിയക്കുട്ടിയുടെ ഈ മറുപടി. BJPക്കാരെന്നല്ല, എൻ്റെ വീട്ടിലേക്ക് ആര് വേണേലും വന്നോട്ടെ, കൊള്ളയടിക്കാതിരുന്നാൽ മതിയെന്നും മറിയക്കുട്ടി പരിഹസിച്ചു. രാഷ്ട്രീയത്തിൽ ഇന്ദിരാഗാന്ധിയായിരുന്നു ഇഷ്ടം. സുരേഷ് ഗോപിയെ രാഷ്ട്രീയക്കാരനായി കണ്ടിട്ടില്ല, സിനിമാക്കാരനായിട്ടാണ് കാണുന്നത്. സിനിമയിൽ സത്യനെയാണ് ഇഷ്ടം. കലാഭവൻ മണിയെയും സുരേഷ് ഗോപിയെയും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പോകുന്നത്. വീട്ടിലെത്തി വിളിക്കുമ്പോൾ പോകണ്ടേ എന്നും അവർ ചോദിച്ചു. ഇപ്പോഴുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും ഇഷ്ടമല്ല. തലൂർ രണ്ടാലുമൂട് വാർഡിൽ മൊബൈൽ ഫോൺ ഇല്ലാത്ത വയോജനങ്ങൾക്ക് സൗജന്യമായി മൊബൈൽ ഫോൺ വിതരണം നടത്താനാണ് മറിയക്കുട്ടി എത്തിയത്. ആ പരിപാടിക്ക് വന്നപ്പോഴാണ് പഞ്ചായത്ത് അംഗം രഞ്ജിത്തിൻ്റെ വീട്ടിലും കയറിയത്. മറിയക്കുട്ടിയെ ഇപ്പോൾ BJPയും കോൺഗ്രസും മത്സരിച്ചാണ് കൊണ്ടു നടക്കുന്നത്. ഇത് എത്ര നാളെന്നാണ് ഇനി അറിയേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മറിയക്കുട്ടി ആർക്കൊപ്പമായിരിക്കും? ഏതായാലും ഇടതുമുന്നണിക്കൊപ്പമാകില്ല. മറിയക്കുട്ടിയുടെ പേരിൽ BJPയും കോൺഗ്രസും അടികൂടാതിരുന്നാൽ മതി. പറ്റുമെങ്കിൽ മറിയക്കുട്ടിയെ BJP സംസ്ഥാന പ്രസിഡന്റ് ആക്കണം കേട്ടോ. സ്റ്റാർ വാല്യൂ കിട്ടും. തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം പാർലമെൻറ്റിലൊക്കെ പോകേണ്ടതാണ്. പക്ഷേ നിയമസഭയിൽ വേണമെങ്കിൽ മത്സരിപ്പിക്കാൻ തിരുവനന്തപുരത്ത് എത്തിയാൽ മതിയല്ലോ.